ഞങ്ങൾ വീണ്ടും വന്നേ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ മുതിര കൊപ്രക്കറിയാണ് വെക്കുന്നത്. കൊപ്ര എന്ന് വെച്ചാൽ വാഴക്കൊടപ്പനാണ്. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായി നമ്മൾ 1/2 കപ്പ് മുതിരയും 2 മീഡിയം സൈസ് വാഴക്കൊടപ്പനുമാണ് എടുത്തിരിക്കുന്നത്. മുതിര നമുക്കൊന്ന് വറുത്തെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് മുതിര ഇട്ട് കൊടുക്കാം. മുതിര പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സൂക്ഷിച്ചു നോക്കിയാൽ മുതിര പൊട്ടുന്നത് കാണുന്നുണ്ടോ? മുതിരയുടെ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുതിര കഴുകിയെടുക്കാം. കഴുകിയ മുതിര നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇതിനോടൊപ്പം തന്നെ ഒരു തണ്ട് വേപ്പിലയും 5-6 അല്ലി വെളുത്തുള്ളിയും. വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്താൽ മതി. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനൊപ്പം ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് ഗ്രേവി ടൈപ്പ് കറിയാണ് വെക്കുന്നത്, തോരനല്ല. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ സ്റ്റൗവിൽ വെക്കാം. മുതിര വേവുമ്പോഴേക്കും നമുക്ക് വാഴക്കുടപ്പൻ അരിഞ്ഞെടുക്കാം. അതിനായി ഇതിൻ്റെ പുറംഭാഗം പൊളിച്ചു കളയാം. ഈ പാത്രത്തിലാണ് ഞങ്ങൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഇടുന്നത്. ഇതുവരെ ഞങ്ങൾ പൊളിച്ചെടുത്തു. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം കുഞ്ഞിതായി അരിഞ്ഞെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ അരിഞ്ഞെടുക്കാം. ഈ രീതിയിലാണോ കറി വെക്കാറ്? നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി കറിയാണേ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ ഒപ്പം പയറും പരിപ്പും ഒക്കെ ഇട്ട് കറി വെക്കാം, തന്നെയും കറി വെക്കാം. എല്ലാ വാഴയുടെയും വാഴക്കുഴപ്പൻ കറി വെക്കാൻ എടുക്കില്ല കേട്ടോ. ഞങ്ങൾ പാളയംകുടൻ്റെയും നേന്ത്രവാഴയുടെയും കൊടപ്പനാണ് കറി വെക്കാൻ എടുക്കാറ്. നിങ്ങൾ ഏതൊക്കെ കൊടപ്പനാണ് കറി വെക്കാൻ എടുക്കാറ്? അങ്ങനെ നമ്മളിവിടെ ഫുള്ളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞു വെച്ച കൊടപ്പനിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണേ, നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂട്ടാനാവും. മുതിര ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൊടപ്പൻ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് മുതിര വേവാൻ 8 വിസിലാണ് എടുത്തത്. കൊടപ്പൻ ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ 1 വിസിലിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. കൂടെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. ഇതിപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. കറി കാച്ചുന്നതിനായി 5-6 ഉള്ളിയും 5-6 വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉള്ളി ഗോൾഡൻ ബ്രൗണിഷ് കളറാകുമ്പോൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി മൂക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കറി ചേർത്ത് കൊടുക്കാം. 3-4 മിനിറ്റിന് ശേഷം കറി തിളയ്ക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് പണ്ട് കാലത്തെ കറികളാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.